ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ജാവമോസ് ഹണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ടാങ്കിൽ ഇപ്പോൾ കാണുന്ന പ്ലാന്റ് ആണ് ജാവമോസ്. ജാവമോസ് കാണപ്പെടുന്നത് സൗത്ത് ഇന്ത്യ, മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്ന് സൗത്ത് ഈസ്റ്റേൺ പാർട്സ് ഓഫ് ഏഷ്യയിലാണ് കാണപ്പെടുന്നത് മെയിൻലി. ഞങ്ങൾക്കൊരു നേറ്റീവായ മോസാണ്. എക്വേറിയമിൽ ഡ്രിഫ്റ്റഡ് അല്ലെങ്കിൽ റോക്സിനെ മേൽ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ നല്ലൊരു ഭംഗിയുമുള്ള ഒരു പ്ലാന്റ് ആണ്. ഫിഷ് ബ്രീഡിംഗെല്ലാം നല്ലൊരു പ്ലാന്റ് ആണ് ഗായ്സ്. ഇത് ഷ്രിംസിന് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാന്റ് വേണമെങ്കിൽ പറയാം. ജാവമോസ് 100 രൂപ മുതൽ 500 രൂപ വരെ പ്രൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഗായ്സ്. ഈ ടാങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാറ് ബിക്കോസ് ആൽഗ നല്ലോണം ഗ്രോ ആയിനി. അപ്പോൾ എൻ്റെ പ്ലാന്റ് ടാങ്കിൽ ക്ലിയർ ആയിട്ട് കാണിക്കാം. ഇതാ എൻ്റെ പ്ലാന്റ് ടാങ്കിൽ കുറച്ച് ജാവമോസ് ഉണ്ട് ഗൈസ്. ഞങ്ങളെ ഏഞ്ചൽ ഫിഷ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഈ ഡ്രിഫ്റ്റ്വുഡിന്റെ മേലെ കാണുന്ന പ്ലാന്റ് ആണ് ജാവമോസ്. ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ജാവമോസ് ഉള്ള പ്ലേസിലേക്ക് ഒന്ന് പോയി നോക്കാം. ഞങ്ങൾ ഇപ്പോൾ ഒരു അടക്കനട്ടയുടെ തോട്ടത്തിലാണ്. കുറച്ച് വൈൽഡ് സ്പോട്ടാണ്. പിന്നെ അവിടെ താഴൊരു തോടുണ്ട്, ചെറിയൊരു തോടുണ്ട്. ഇപ്പൊ വെള്ളം ഇരിക്കല ഈ ടൈമിൽ. ഇവിടെ സ്പ്രിംഗ്ലേഴ്സ് ഉള്ള കൊണ്ടാണ് ജാവമോസ് ഡ്രൈ ആവല. ജാവമോസ് മെയിൻലി കാണപ്പെടുന്ന ഒരു ട്രോപ്പിക്കൽ പ്ലേസിലാണ്. ഗൈസ്, ഇവിടെ കുറച്ച് ജാവമോസ് കാണുന്നു. ഇവിടെ ജാവമോസ് ഒരു സ്റ്റോണിന്റെ മേളിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റോണിനെ ഞങ്ങൾ എടുക്കാം. ഗൈസ്, അപ്പൊ അവിടെയാണ് തോടുള്ളത്. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ജാവമോസ് ഉള്ള സ്പോട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇതാ കണ്ട എത്ര ജാവമോസ്. ഇത് ഫുള്ള് ജാവമോസ് ആണ് ഗൈസ്. ഇതാ ഒരു റോക്കിന് മേളിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ജാവമോസിനെയും ഞാൻ എടുക്കാൻ പോകുന്നതാണ്. ഈ പ്ലേസിൽ ഫുള്ള് ജാവമോസ് ആണ്. അപ്പൊ ഗൈസ്, ഈ സൈഡിലും ജാവമോസ് ഉണ്ട്. കുറച്ച് പുല്ലുള്ള കൊണ്ട് അത്രേ കാണാലാം. അപ്പോ ഇതാണ് ചെറിയൊരു തോട്. ഇപ്പൊ വെള്ളമില്ല ഗൈസ്, കുറച്ചേ വെള്ളമുള്ളത്. അതുകൊണ്ട് അവിടെ അത്ര ജാവമോസ് കാണുന്നില്ല. ഇവിടെ ഫുള്ള് ജാവമോസ് ആണ് ഗൈസ്. ഇതാ ഇത് കണ്ടോ, ഇത് ഫുള്ള് ജാവമോസ്. ഇതാ ഞാൻ സ്റ്റോണിന്റെ മേളിൽ ഗ്രോ ചെയ്ത ജാവമോസസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനൊരു 4 സ്റ്റോൺ എടുത്തു. ഗായ്സ്, ഞാനിപ്പോൾ തോട്ടിലേക്ക് കീഞ്ഞി. വെള്ളമില്ല, പക്ഷേ
തോടിന്റെ സൈഡിലുള്ള സ്ഥലത്തെല്ലാം ഫുള്ള് ജാവ മോസസ് ആണ്. ഇതാ ഇനി ഞങ്ങൾ ഈ ജാവ മോസിനെ ഞങ്ങൾ ഒരു ബേസിനിൽ വെള്ളം നിറച്ചിട്ടൊരു 5-6 ദിവസം അങ്ങനെ വെക്കണം. അപ്പോൾ ഒരാഴ്ചത്തോളം ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഞങ്ങളുടെ അക്വേറിയമിലേക്ക് വെക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അതുവരെ ബൈ ബൈ.